ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം, പല്ലി ശല്യം, പാറ്റ ശല്യം ഒക്കെ ഇപ്പോൾ കൂടുതലല്ലേ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊതുകിൻ്റെ ശല്യമാണ്. ഇതുങ്ങളെല്ലാം വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ തൊടുത്താൽ നമുക്കൊരു മുല്ലപ്പൂ മാത്രം മതി. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ സിങ്കൊക്കെ നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാൽ ചില നേരങ്ങളിൽ ഇതുപോലെ ബ്ലോക്ക് ആകും. കാര്യം കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കുട്ടികളൊക്കെ വേസ്റ്റ്, ചോറ് ഇതൊക്കെ കൊണ്ടുവന്ന് നേരെ ആ സിങ്കിലേക്ക് തന്നെയാണ് തള്ളാറ്. മുതിർന്നവർ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമല്ല നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ സിങ്കിലൊക്കെ ഉപ്പുകറ പിടിച്ചതുപോലെ എണ്ണമയത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ നമ്മൾ എത്ര കഴിയാലും നല്ലൊരു രീതി ക്ലീൻ ആകത്തില്ല. അതിന് നാരങ്ങയും കല്ലുപ്പും കൂടെ ചേർത്തിട്ടൊന്ന് കഴുകുവാണെങ്കിൽ വെട്ടിത്തിളങ്ങും നമ്മുടെ സിങ്ക് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലോക്ക് ആയിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നേരെ ഒരു സ്പൂൺ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കല്ലുപ്പ് പൊടിച്ചാണെങ്കിലും മതി. അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, ഞാനിപ്പം ലൈസോളാണ് ഇതിൻ്റെ അത് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, അത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറുന്നതാണ്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഞാനിവിടെ മീൻ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് കണ്ണിയേല എന്നാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഈ മീൻ എന്ത് പേരാണ് പറയുന്നതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കണ്ണിയേല, അതായത് നമ്മൾ അയലയുടെ വേറൊരു ടൈപ്പാണ്. കണ്ണ് വലിയൊരു സൈസുള്ള കണ്ണുള്ള ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ കൂട്ടുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം, ചിലർക്ക് ചൊറിച്ചിൽ ഇതുപോലെയൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇങ്ങനത്തെ മീൻ മേടിക്കാറില്ല. ചിലർക്ക് ഈ മീൻ ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ അടിപൊളി ടേസ്റ്റുള്ള ഒരു മീനാണ്. അപ്പോൾ ഈ മീനെന്ന് നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതുപോലെ തന്നെ ഒരടപ്പ് വിനാഗിരി ഒഴിച്ച് ഒരു ചുള വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് 2 മിനിറ്റ് അവിടെ വെക്കുവാണെങ്കിൽ നമ്മുടെ ആ മീനിലുള്ള അഴുക്കും ആ വടുവഴുപ്പും ഒക്കെ പോകുന്നതുമാണ്. അത് മാത്രമല്ല, ഇത് കഴിച്ചാൽ നമുക്ക് ചൊറിച്ചിലോ അലർജികളോ ഒന്നും ഉണ്ടാകത്തുമില്ല. ഇങ്ങനെ ചെയ്ത് വെക്കണമെന്ന് മാത്രം. വെളുത്തുള്ളിയൊക്കെ ഇട്ടത് കാരണം ഈ എന്തെങ്കിലും അലർജി, ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് കൂട്ടാൻ ഇഷ്ടമല്ലാത്തവർ പോലും ഇനി ഇത് കൂട്ടിക്കോളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു മീനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് കറി വെക്കുക, ഫ്രൈ ചെയ്യുക, എന്ത് വേണേൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇന്നും ചെയ്ത് നോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്യൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീടുകളിൽ ഒത്തിരി റബ്ബർ ബാൻഡുകൾ, അതുപോലെ തന്നെ കയ്യറകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിലരൊക്കെ കയ്യറയൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഒരുപാട് എപ്പോഴും പോയി മേടിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഇതുപോലെ കണ്ടില്ലേ, ഇതേ രീതിയിൽ കട്ട പിടിച്ച് ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കാശ് നമ്മുടെ വെറുതെ പോകുന്നതല്ലാതെ ഒരു ഫലവും ഇല്ല ഇതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇതൊന്ന് അടത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതല്ല, ഇതുപോലെ നമുക്ക് അടത്തി എടുത്തതിന് ശേഷം ഇത് നമുക്ക് വേറൊരു ബോക്സിൽ നല്ല രീതിയിൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും ഇരുന്നോളും. അഥവാ ആദ്യമേ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ റബ്ബർ ബാൻഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല ചൂടായ വെള്ളത്തിൽ ഈ റബ്ബർ ബാൻഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം എടുത്ത് നല്ലപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചതിന് ശേഷം പൗഡർ ഇട്ട് വെക്കുവാണെങ്കിൽ വർഷങ്ങളോളം ഇത് ഒന്നിനൊന്നോട് ഒട്ടുകയോ ഇത് നശിച്ചു പോവുകയോ ചെയ്യത്തില്ല. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ അതെല്ലാം ഒന്ന് അടത്തി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പൗഡർ ഇട്ട് കൊടുത്ത് ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കട്ട പിടിച്ചിരിക്കുന്ന എല്ലാം ഒന്ന് അടത്തി എടുക്കും കൂടെ വേണം കേട്ടോ. കൊണ്ട് കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊരു ബോക്സിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലൊരു ഡപ്പയ്ക്കകത്തേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ പൗഡർ ഇട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്, ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നാൾ വേണേലും ഇത് പോകാതെ അങ്ങനെ തന്നെ നല്ലപോലെ ഇരുന്നോളൂ. നമുക്ക് ആവശ്യത്തിന് റബ്ബർ ബാൻഡ് ഉപയോഗിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. ഇപ്പോൾ കുറച്ച് പൗഡർ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കാലാകാലങ്ങളോളം ഇത് ഇരുന്നോളും. അത് ചള്ളായിട്ട് പോകത്തുമില്ല, ഒന്നിനൊന്നോട് ഒട്ടുകയില്ല. അപ്പോൾ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണിത്. ഞാനിവിടെ കുറച്ച് മുല്ലപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ, നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിൽ മുല്ലപ്പൂവിൻ്റെ ചെടികൾ കാണും അല്ലേ. അപ്പോൾ ചിലരെല്ലാം വീട്
നല്ല നിറഞ്ഞു നിൽക്കും മുല്ലപ്പൂ. പക്ഷെ എൻ്റെ വീട്ടിലില്ല, ഞാൻ അടുത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് മുല്ലപ്പൂ എനിക്ക് കിട്ടിയുള്ളൂ. ആ ഒരു മുല്ലപ്പൂ കൊണ്ട് കിടുക്കാച്ച ഒരു സൂത്രം കാണിച്ചിട്ട് നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. ഈ ഒരു മുല്ലപ്പൂ കൊണ്ട് നമ്മുടെ വീട്ടിലെ പെറ്റി പെരുകി വരുന്ന എലികളെ, പല്ലികളെ, കൊതുകുകളെ, ഈച്ചകളെ, പൊടിയീച്ചകളെ എങ്ങനെ തുരുത്താൻ പറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല മുല്ലപ്പൂ കൊണ്ട്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കും. ഇപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മുല്ലപ്പൂ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊതുകിനെ തുരുത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ മുല്ലപ്പൂവിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, സുഗന്ധം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഈ കൊതുകിന് ഇഷ്ടമേ അല്ല. അപ്പോൾ ഇത് നമ്മുടെ കൊതുകിൻ്റെ ശല്യമുള്ള എവിടെയാണുള്ളത്, ഇപ്പോൾ ഫുള്ള് കൊതുകിൻ്റെ ശല്യമാണ്. അപ്പോൾ എവിടെയാണോ നമ്മുടെ ബെഡ്റൂമിൽ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് കട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു മണമായിട്ട് കിടക്കുകയും ചെയ്യാം. അതുമാത്രമല്ല കൊതുകിന് ആ ഗന്ധം ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തോട്ട് വരുത്തുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മുല്ലപ്പൂ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അതൊന്ന് കോർത്ത് കെട്ടി ജനലിലൊക്കെ എവിടെ ജനൽ വഴിയൊക്കെ ആണല്ലോ കൊതുക് കയറി വരുന്നത്, ആ വഴി എല്ലാം തൂക്കിയിടുവാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും, കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട, അത്യാവശ്യമാണ്, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. ഇപ്പോൾ ജനലിൻ്റെ പടിയിൽ അതുപോലെ തന്നെ ജനലിൻ്റെ ഇവിടെ കെട്ടി തൂക്കിയിടുന്നത് നല്ലതാണ്. നമ്മുടെ കിച്ചണിൽ ഒക്കെ ഇങ്ങനെ ഒരു മുല്ലപ്പൂ വെച്ചാൽ മതി, നല്ല ഗന്ധമില്ല, നല്ല സുഗന്ധമല്ലേ. അപ്പോൾ ആ ഒരു മണം അടിച്ചിട്ട് കൊതുക് വരുത്തേയില്ല. അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കാം. ഇത് ഞാൻ കലണ്ടറിൽ ഇതുപോലെ ഒന്ന് വെച്ചൊരു സ്ലൈഡ് വെച്ചൊന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാ മുറിയും ഓരോ മുല്ലപ്പൂ നിങ്ങൾ വെച്ചാൽ മാത്രം മതി. ആ മണം അടിച്ചാൽ കൊതുക് വരത്തില്ലെന്ന് 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആ കിച്ചണിൽ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുല്ലപ്പൂ തലയിൽ ചൂടാൻ മാത്രമല്ല, ഇതുപോലെ കൊതുകിനെയും പല്ലികളെ എലികളെ എല്ലാം തുരുത്താനും വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗന്ധം നല്ലൊരു മണമല്ലേ, അത് എലികളും പല്ലികളും എല്ലാം പമ്പ കിടക്കുക, അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ ആ ബൗളിലേക്ക് തന്നെ ആ മുല്ലപ്പൂ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3-4 ഗ്രാമ്പൂ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് ആ മുല്ലപ്പൂ നമുക്കൊന്ന് ഞെവിടി കൊടുക്കാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ സന്ധ്യാസമയങ്ങളിലാണല്ലോ എലികളൊക്കെ നമ്മുടെ വീടിൻ്റെ എല്ലാം ഒന്ന് ഇളക്കി മറിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ആ എലികൾക്കായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. എലികൾ, പല്ലികൾ, പാറ്റകൾ സ്ഥിരം നമ്മുടെ വീട്ടിലുള്ളതാണല്ലേ. പ്രത്യേകിച്ച് പഴയ തറവാടൊക്കെ എലികളുടെയും പല്ലികളുടെയൊക്കെ സംസ്ഥാന സമ്മേളനമായിരിക്കും നമ്മുടെ വീട്ടിൽ നടത്തുന്നത്. നമ്മളെക്കാട്ടിലും ഭയങ്കരമായിട്ട് പിറക്കി അടുക്കി വെക്കുന്ന എലികളാണല്ലേ. അന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ എലികളെ ഈ സ്മെല്ല് കൊണ്ട് എങ്ങനെ തുരുത്താമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ നല്ലപോലെ ആ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും അതുപോലെ ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലും ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു മണമാണ്. അന്നപ്പോഴത്തേക്ക് അത് 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ മണം എല്ലാം അതിലിറങ്ങണം. ഈ മുല്ലപ്പൂവിൻ്റെ മണം, ഗ്രാമ്പൂവിൻ്റെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് സോക്കായിട്ട് കിട്ടണം. ആ വെള്ളത്തിൽ നല്ല മണമാകണം. അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത്. അല്ല കുപ്പിയിലൊന്നും എടുക്കേണ്ട കാര്യം, സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മുടെ കിച്ചൺ ഫുള്ളും രാത്രിയിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കിച്ചൺ ഫുള്ളും ഒന്ന് സ്പ്രേ ചെയ്തിടുവാണെങ്കിൽ എലികൾ, പല്ലികൾ, പാറ്റാണ് ആ പരിസരത്ത് പോലും വരത്തില്ല. അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് കേട്ടോ. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. കണ്ടില്ലേ, ഞാനത് കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ ഇവിടെ മുതൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. പിറ്റേ ദിവസം രാവിലെ എൻ്റെ റിസൾട്ട് കാണാൻ കേട്ടോ. ചില നേരങ്ങളിൽ രാവിലെ കിച്ചണിൽ ഇറങ്ങി വരുമ്പോൾ എലികളൊക്കെ നശിപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അന്നപ്പോഴും അതിലുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ചെറിയ പഞ്ഞിയിൽ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും അതുപോലെ എലികൾ വരുന്ന പരിസരങ്ങളിലെല്ലാം വെക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ച് ആ വശത്തെ എലികൾ, പല്ലികൾ, പാറ്റകൾ ഒന്നും വരില്ല. അതുപോലെ കൊതുക്, മെയിൻ കൊതുകാണ് കേട്ടോ. കൊതുക് വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. കണ്ടില്ലേ, ഞാൻ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കിച്ചണിൽ മാത്രമല്ല, നമ്മുടെ റൂമിലും അതുപോലെ തന്നെ ബെഡ്റൂമിലും നമ്മുടെ ബാത്റൂമിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും പാറ്റ ശല്യം, പല്ലി ശല്യം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആ കിച്ചണിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ മുല്ലപ്പൂ കാണുമല്ലോ എല്ലാവരും വീട്ടിൽ നിന്ന്. തല ചൂടാൻ മാത്രമല്ല, ഒന്ന് പറിച്ചെടുത്തോളൂ. എന്നിട്ട് ഇതുപോലെ നമ്മുടെയൊക്കെ ജനലിലും അതുപോലെ നമ്മുടെ കിച്ചണിലും എല്ലാം ഒന്ന് ചെയ്ത് നോക്കും. ബെഡ്റൂമിലെല്ലാം ഒന്ന് ചെയ്ത് നോക്കും. നല്ലതാണ്, നല്ല സുഗന്ധമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതുങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തുരത്താനും പറ്റും. ഇത് കണ്ട് ബെഡ്റൂമിലെ ബെഡ്ഷീറ്റിലൊക്കെ എന്തെങ്കിലും അടിച്ച് കൊടുക്കുവാണെങ്കിൽ കൊതുക് എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കർട്ടനിലൊക്കെ അടിച്ചു കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പുകൾ, മുല്ലപ്പൂവും കൊണ്ടുള്ള ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം നല്ല മുല്ലപ്പൂവിൻ്റെ സീസണാണല്ലോ. അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു. അതുപോലെ കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ സിങ്കിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് കിച്ചൺ സിങ്കിന് കുറച്ച് സ്പ്രേ ചെയ്തിടുവാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ മുല്ലപ്പൂവിനും കൊണ്ടുള്ളൊരു ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.